ഇടുക്കിയിലേക്കാണ്. ഇടുക്കി ആനയിറങ്കൽ ജലാശയത്തിൽ വള്ളം മറിഞ്ഞ് ഒരാളെ കാണാതായി എന്ന വാർത്ത വരുന്നുണ്ട്. അതിഥി തൊഴിലാളിയായ യുവാവിനെയാണ് കാണാതായത്. തോട്ടത്തിലെ ജോലി കഴിഞ്ഞ് വള്ളത്തിൽ മടങ്ങുന്നതിനിടയിൽ വള്ളം മറിഞ്ഞാണ് അപകടമുണ്ടായത്. സംഭവ സ്ഥലത്ത് ഫയർഫോഴ്സ് തിരച്ചിൽ നടത്തുകയാണ്. ആൽവിൻ തോമസ് ആണ് വിവരങ്ങളുമായി ചേർത്തത്. ആൽവിൻ, ഈ അപകടം എപ്പോഴായിരുന്നു? ഈ തിരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായത്. അതായത് ആനയിറങ്കൽ ജലാശയത്തിലാണ് ഇവർ വള്ളത്തിൽ സഞ്ചരിക്കുകയായിരുന്നു. അതിഥി തൊഴിലാളികളായ 5 പേരും പ്രദേശവാസിയായ ഒരാളുമാണ് ഈ വള്ളത്തിൽ സഞ്ചരിച്ച്, അതായത് മറുകരയിൽ നിന്ന് അക്കരക്കരയിലേക്ക് പോവുകയായിരുന്നു. മറുകരയിൽ ഉണ്ടായിരുന്ന കൃഷിയിടത്തിൽ നിന്ന്, ഏലത്തോട്ടത്തിൽ നിന്ന് ജോലി ചെയ്ത ശേഷം മടങ്ങുമ്പോഴാണ് ഈ അപകടമുണ്ടായത്. വലിയ തോതിൽ കാറ്റ് വീശുകയും ഡാമിന് കുറുകെ ഈ വള്ളം പോകുമ്പോൾ കാറ്റ് വീശി കാലാവസ്ഥ പ്രതികൂലമായതോടെ വള്ളം മറിയുകയായിരുന്നു. മറിഞ്ഞപ്പോൾ 5 പേർ ഈ വള്ളത്തെ തൂങ്ങിക്കിടക്കുകയും പിന്നീട് 5 പേർ നീന്തി മറുകരയിലേക്ക് പോവുകയും ചെയ്തു. ഒരാളായ അതിഥി തൊഴിലാളിക്കാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. അതിഥി തൊഴിലാളിയാണ് കാണാതായിട്ടുള്ളത്. മധ്യപ്രദേശ് സ്വദേശിയായ സന്ദീപ് എന്നയാളാണ് കാണാതായിട്ടുള്ളത്. ഇപ്പോൾ മൂന്നാർ ഫയർഫോഴ്സ് അടക്കം ഇവിടെ എത്തി തെരച്ചിൽ നടത്തുകയാണ്. മറ്റ് 5 പേരും മറുകര കടന്നെങ്കിലും സന്ദീപ് ഇവർക്കൊപ്പം നീന്തുകയായിരുന്നു, വള്ളത്തിൽ നിന്ന് പിടിവിട്ട് നീന്തുകയായിരുന്നു. പക്ഷേ സന്ദീപ് പെട്ടെന്ന് കാണാതാവുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. പ്രദേശവാസിയായിട്ടുള്ള ഒരാളാണ് വള്ളത്തിൽ ഉണ്ടായിരുന്നത്. മറ്റ് 5 പേരും അതിഥി തൊഴിലാളികളാണ്. അതിൽ ഒരാളെയാണ് ഇപ്പോൾ കാണാതായിട്ടുള്ളത്. ഇപ്പോൾ ഫയർഫോഴ്സ് തെരച്ചിൽ നടത്തുകയാണ്. ആനയിറങ്കൽ ജലാശയത്തിൽ വലിയ തോതിലുള്ള കാറ്റും അതോടൊപ്പം തന്നെ പ്രതികൂലമായ കാലാവസ്ഥയും ആ ഘട്ടത്തിൽ ഉണ്ടായി. അങ്ങനെയാണ് പെട്ടെന്ന് വള്ളം മറിയുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഓക്കെ, ആൽവിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത് ഇടുക്കിയിൽ നിന്ന്.